വിശുദ്ധ ഗീവർഗീസ് സഹോദായുടെ AD 303 ഒരു രക്തസാക്ഷി മരണത്തിന് ശേഷം 1723 പെരുന്നാളാണ് നാം ആചരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ സഭയുടെ എല്ലാ പ്രദേശങ്ങളിലും പൗരാണിക സഭകളിലെല്ലാം ഗീവർഗീസ് സഹോദായുടെ ഓർമ്മ പെരുന്നാൾ വളരെ കൃത്യമായും ഭക്തിയോടെയും ആചരിക്കുന്നു. ഗീവർഗീസ് സഹോദായുടെ ചരിത്രം 5-ാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടത് ദി ആക്ട്സ് ഓഫ് സെൻറ്റ് ജോർജ് എന്ന് പറയുന്ന പല ഭാഷകളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഗീവർഗീസ് സഹോദാ തൻ്റെ പിതാവ് ഒരു പട്ടാള മേധാവിയായിരുന്നപ്പോൾ റോമാ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്ന കപ്പദോക്യ പ്രവിശ്യയിൽ, അതാ ഇന്നത്തെ തുർക്കിയിൽ, ഒരു പട്ടാളക്കാരനായി സേവനമനുഷ്ഠിക്കുന്ന കാലഘട്ടമായിരുന്നു. അവിടെ ജനിച്ചു വളർന്ന അദ്ദേഹം പിതാവിൻ്റെ മരണശേഷം മാതാവിനോടൊപ്പം പലസ്തീൻ നാട്ടിൽ ലിദ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് താമസിക്കുകയാണ്. 17-ാമത്തെ വയസ്സിൽ നിർബന്ധിതമായ സൈന്യ സേവനം റോമാ സാമ്രാജ്യത്തിൻ്റെ, പ്രത്യേകിച്ച് അവരാക്രമിച്ച് കീഴടക്കിയിട്ടുള്ളതായ രാജ്യങ്ങളിൽ ഉള്ള പുരുഷന്മാർ അനുഷ്ഠിക്കണമെന്നുള്ളതായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 17-ാമത്തെ വയസ്സിൽ ഒരു പട്ടാളക്കാരനായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക അംഗീകരണം പിതാവ് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഒരു ഇഷ്ടനായ പട്ടാള മേധാവിയായിരുന്നുകൊണ്ട് ഗീവർഗീസിനെ അദ്ദേഹം തൻ്റെ പേഴ്സണൽ ഗാർഡിൽ തൻ്റെ ദൗത്യ നിർവഹണത്തിനുള്ളതായ ഒരു പട്ടാളക്കാരനായി നിയമിക്കുകയാണ്. അദ്ദേഹത്തിന് നിശ്ചയിക്കപ്പെട്ടത് പലസ്തീൻ നാട്ടിലെ ഉടനീളം സഞ്ചരിച്ച് പട്ടാള ക്യാമ്പുകളിലുള്ള ക്ഷേമം അന്വേഷിച്ച് ചക്രവർത്തിക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഒരു ദിവസം പടയാളിയായി കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ പലസ്തീൻ നാടിൻ്റെ തെക്കുഭാഗത്തുള്ള സെലേന്യ എന്ന് പറയുന്ന ഒരു പട്ടണം, ഇന്നത്തെ പട്ടണമെന്ന് പറയുന്നത് ഒരു കുന്നിൻ്റെ മുകളിൽ 10-100 കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതാണ്. ആ ഗ്രാമത്തിലൂടെ കടക്കുമ്പോഴാണ് അവിടെ പ്രധാനപ്പെട്ട വഴിയരികിലെ എല്ലാവരും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണുന്നത്. എന്താണെന്ന് കാരണം അന്വേഷിച്ചപ്പോഴാണ് ആ കുന്നിലും അടുത്തുള്ളതായ കുന്നുകളുടെ എല്ലാം കൂടെ നടുവിലുള്ള ആ ചതുപ്പ് നിലത്തിൽ നിന്നാണ് അവർ വെള്ളം കോരിക്കൊണ്ടിരുന്നത് കുടിക്കുന്നതിന്. അവിടെ ഒരു ദിവസം ഭീമാകാരനായ ഒരു മൃഗം വന്ന് കിടന്നു. കൈയും കാലുമൊക്കെ വളരെ ചെറുതാണ്, വയറും ശരീരവുമെല്ലാം വളരെ വലുതാണ്. അതെഴഞ്ഞു നീങ്ങി ഇര പിടിക്കുന്നതിന് ചെയ്തുകൊണ്ടിരുന്നത് വായിൽ നിന്ന് ഉച്ഛ്വസിക്കുന്നതായ വിഷവാതകം കൊണ്ട് ഇരകളെ മോഹാലസ്യപ്പെടുത്തി ബോധം കെടുത്തി വിഴുങ്ങുകയാണ്. അതുകൊണ്ട് ഈ ചതുപ്പ് നിലത്തിൽ വന്നു കിടന്ന ഈ മൃഗത്തിന് അടുത്ത് വെള്ളം കോരാൻ ചെന്ന പലർക്കും ഈ അപകടമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് ആ നാട്ടുകാർ തീരുമാനിച്ചു, ഇനിയും വെള്ളം കോരുവാനായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ മൃഗം അവിടുന്ന് മാറണം. മൃഗം മാറുന്നത് അത് സാധാരണ ഒരു ഇരയെ പിടിച്ച് വിഴുങ്ങിക്കഴിഞ്ഞാൽ
10-15 ദിവസമൊക്കെ അതിൻ്റെ മാളത്തിൽ ഒളിക്കും, പിന്നെ വരികയില്ല. പിന്നെയും അത് 15 ദിവസം കഴിയുമ്പോഴാണ് വരുന്നത്. അപ്പോൾ ആളുകൾ അതിന് വേണ്ടിയിട്ട് മൃഗത്തിന് വളർത്തുമൃഗങ്ങളെയൊക്കെ എറിഞ്ഞു കൊടുത്തു. ആ വളർത്തുമൃഗങ്ങളൊക്കെ വിതുങ്ങിക്കഴിഞ്ഞിട്ട് അത് മാളത്തിൽ ഒളിച്ചാൽ പിന്നീട് 10-15 ദിവസത്തേക്ക് തിരിച്ചു വരികയില്ല. അപ്പോൾ അവർക്ക് സുഗമമായി വെള്ളം കോരാൻ സാധിക്കും. അവർക്ക് മാത്രമല്ല, സെലേനിയുടെ തൊട്ടടുത്തുള്ളതായ മറ്റ് ഗ്രാമങ്ങളിലുള്ളവർക്ക്. ഇങ്ങനെ അവിടെ വളർത്തുമൃഗങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ഈ കുടുംബങ്ങൾക്ക് ജീവിക്കണമല്ലോ. അതിന് അവരുടെ കുടുംബത്തിലുള്ള ഓരോ കുട്ടികളെ എറിഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചു. ആരെയാണ് എറിഞ്ഞു കൊടുക്കേണ്ടതെന്നുള്ളത് ചീട്ട് ഏത് കുടുംബത്തിന് വീഴുന്നു ആ കുടുംബത്തിലെ ഒരു കുഞ്ഞിനെ എറിഞ്ഞു കൊടുക്കണം. അങ്ങനെ സെലേനിയിൽ അദ്ദേഹം ചെല്ലുന്നതായ സമയത്ത് ആ പട്ടണ മേധാവിയുടെ ഏക മകൾക്ക് ചീട്ട് വീണ് അവളെ എടുക്കാൻ തയ്യാറായി. ആ സമയത്ത് അവരെല്ലാവരും ആ കുട്ടിയുടെ ദുരന്തത്തെക്കുറിച്ച് കരഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. മറ്റെല്ലാത്തിനെക്കുറിച്ചും കരയുന്നുണ്ടെങ്കിലും ഇത് പട്ടണത്തിൻ്റെ മേധാവിയുടെ ഏക മകളാണ് എന്നുള്ളത് അവർക്കൊരു വലിയ സങ്കടമായ പട്ടണത്തിന് മുഴുവൻ. ഗീവർഗീസ് അതായി ഈ വിവരമറിഞ്ഞ് അദ്ദേഹം അതിനെ കൊന്നു മാറ്റിയാമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ അപകടമൊക്കെ അവർ അറിയിച്ചപ്പോൾ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് എനിക്ക് യാതൊരു ദോഷവും സംഭവിക്കില്ല, ആ മൃഗത്തിൻ്റെ ദോഷങ്ങളൊന്നും എനിക്കുണ്ടാവില്ല എന്ന് പറഞ്ഞു പോയി. ഇറങ്ങിച്ചെന്ന് തൻ്റെ കുന്നം കൊണ്ട് കുത്തി അതിനെ വെളിയിലാക്കി. അതാണ് 4 രഥങ്ങൾ ഒരുമിച്ച് ചേർന്ന് വലിച്ചിട്ടാണ് ആ മൃഗത്തെ അതിനകത്ത് നിന്ന് വലിച്ചു കയറ്റിയതെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇത് കണ്ട് പട്ടണത്തിൻ്റെ മേധാവി അദ്ദേഹത്തിന് വലിയ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നു. അതെല്ലാം അദ്ദേഹം സാധാരണക്കാർക്ക് കൊടുത്തു, ദരിദ്രർക്ക് പണം കൊടുത്തു. രാജാവിനോടും മറ്റുള്ളവരോടും ക്രിസ്ത്യാനികളാകാൻ ആയാൽ നിങ്ങൾക്കും ഇതുപോലെയുള്ളതായ കൃപകൾ ലഭിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഗീവർഗീസാദായുടെ ഈ വലിയ ശക്തി കണ്ട് അവിടെ ഉണ്ടായിരുന്നവർ ക്രിസ്ത്യാനികളായി. അതുമാത്രമല്ല, അവിടെ അദ്ദേഹം ഒരു വിധവയുടെ മകനെ അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തിയതും വലിയ അടയാളമായിട്ട് ഉണക്ക മരത്തിൽ നിന്ന് പുഷ്പങ്ങൾ പുറപ്പെടുവിച്ചതുമൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ളവർ ക്രിസ്ത്യാനികളായി കഴിഞ്ഞപ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം അവിടെയുണ്ട്. ആ ക്ഷേത്ര ആരാധന നിന്നുപോയി, ആളുകൾ അവിടെ ചെല്ലാതായി. ഏതാണ്ട് സെലേനിയയിലും ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് ഏതാണ്ട് 15,000-ഓളം പേര് ക്രിസ്ത്യാനികളായി എന്നാണ് പറയുന്നത്. പട്ടണത്തിൻ്റെ ഇപ്രകാരമുള്ളതായ ക്ഷേത്രപാലകൻ ദേദ്യാനോസും ഭാര്യ അലക്സാന്ദ്രയും. ദേദ്യാനോസ് ഗാലേറിയസ് എന്ന് പറയുന്ന പട്ടാള മേധാവിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഗീവർഗീസ് മുഖാന്തരമായിട്ട് ഞങ്ങളുടെ ക്ഷേത്ര ആരാധന മുടങ്ങി. ഗീവർഗീസ് ക്രിസ്ത്യാനിയാണ്. അത് ഡയോക്ലീഷ്യൻ ചക്രവർത്തി ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സമയമായതുകൊണ്ട് ചക്രവർത്തിയെ അറിയിച്ചു. പക്ഷേ ചക്രവർത്തി പറഞ്ഞു, അത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പട്ടാളക്കാരനാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലരുത്, പകരം പീഡിപ്പിച്ച് വിശ്വാസം തള്ളി പറയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഗീവർഗീസിനെ പട്ടാളത്തിൻ്റെ അകമ്പടിയോടെ തടങ്കലിലാക്കി 7.5 വർഷക്കാലത്തോളം പലതരത്തിലുള്ള പീഡകളെ അദ്ദേഹത്തിന് കൊടുത്തു. പക്ഷേ ഓരോ പീഡകളും അതൊരുമിച്ചല്ല, പല സന്ദർഭങ്ങളിലാണ്. ഓരോ പീഡകളും അദ്ദേഹം വിജയിക്കുന്ന സമയത്ത് കൂടുതൽ ആളുകൾ ക്രിസ്ത്യാനികളായിക്കൊണ്ടിരുന്നു. ആദ്യം തലകീഴായി കെട്ടി തൂക്കിയിട്ട് അടിച്ചു, വിശ്വാസം ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞു. അദ്ദേഹം ക്രിസ്തുവിനെ പറഞ്ഞില്ല. കൊല്ലാൻ പാടില്ല എന്നുള്ള ഓർഡർ ഉള്ളതുകൊണ്ട്
അതിനുശേഷം അദ്ദേഹത്തെ വെറുതെ വിട്ടു, തടങ്കലിലാക്കി. കുറേ നാൾ കഴിഞ്ഞ് അദ്ദേഹത്തെ ചുട്ടുപഴുപ്പിച്ച ഒരു ഇരുമ്പ് തകിടിൽ കിടത്തി ക്രിസ്തീയ വിശ്വാസം തള്ളി പറഞ്ഞാൽ പറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു ദോഷവും സംഭവിച്ചില്ല, വിശ്വാസം തള്ളി പറഞ്ഞുമില്ല. അതോടുകൂടെ കൂടുതൽ പേര് ക്രിസ്ത്യാനികളായി. മാരകമായ വിഷം കൊടുത്തു കുടിക്കാൻ, പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിനൊരു ദോഷവും സംഭവിച്ചില്ല. അതിനുശേഷം 2 കുതിരകൾ വണ്ടികളുടെ കാലിൽ ചക്രത്തിൽ അദ്ദേഹത്തിൻ്റെ കാല് കെട്ടി ഓടിച്ചു. അതുകൊണ്ടും അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല, കുതിരകൾക്ക് ഓടാൻ കഴിയില്ല. ഏറ്റവും അവസാനമായി ചെയ്തത് തിളച്ചു നിൽക്കുന്നതായ ഈയത്തിൻ്റെ ഉരുക്കിയ ദ്രാവകത്തിലേക്ക് അദ്ദേഹത്തെ ഇറക്കി നിർത്തി. അതുകൊണ്ടും ഗീവറീസാദായ്ക്ക് യാതൊരു ദോഷവും ഉണ്ടായില്ല. അദ്ദേഹം വിശ്വാസം തള്ളി പറഞ്ഞില്ല. അതിനുശേഷം കുറേ കാലം കഴിഞ്ഞ് വീണ്ടും തടവിലാക്കി കഴിഞ്ഞ് ദേദ്യാനോസ് ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വന്ന് ക്ഷേത്രത്തിലേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിച്ചാൽ നിന്നെ വെറുതെ വിട്ടേക്കാം. അത് ഗീവറീസ അനുസരിച്ച് അവിടെ ചെന്നു. പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ആദ്യമേ സ്വർഗത്തേക്ക് നോക്കി യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചു. അതോടുകൂടി ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ആ ക്ഷേത്രവും അതിലുള്ള ആളുകളും എല്ലാം ചാമ്പലായി തീർന്നു. ഇത് കണ്ട് ദേദ്യാനോസിൻ്റെ ഭാര്യ അലക്സാന്ദ്ര വിളിച്ചു പറഞ്ഞു, ഞാനും ക്രിസ്ത്യാനിയാവുകയാണ്. അപ്പോൾ ദേദ്യാനോസ് പെട്ടെന്ന് അരിശം മൂത്ത ഭാര്യയെ വെട്ടിക്കൊന്നു. തുടർന്ന് ഗീവറീസാദായും വെട്ടിക്കൊന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന സർവ്വരും തീക്കിരയായി തീർന്നു എന്നുള്ളതാണ് ചരിത്രം. ഗീവറീസാദായുടെ ഈ ചരിത്രം അനേകം പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഗീവറീസാദായുടെ ജീവിതത്തിൻ്റെ സന്ദേശം എന്താണ്? ഒന്ന്, കരയുന്നവരോട് കരയുവാനുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവം. ഒരു പട്ടാളക്കാരൻ പട്ടാള ക്യാമ്പിലേക്ക് പോകുമ്പോൾ വഴിയിൽ ആരെങ്കിലും ഇരുന്ന് കരയുന്ന കണ്ടിട്ട് അവിടെ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വവുമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് പോകാമായിരുന്നു. പക്ഷേ അദ്ദേഹം പണ്ട് കർത്താവ് പറഞ്ഞ ലേവിനെയും പുരോഹിതനെയും പോലെ ആയിരുന്നില്ല, ശമറിയാക്കാരനെ പോലെയായിരുന്നു. അദ്ദേഹം അവിടെ നിർത്തി, അവിടെ കാര്യം അന്വേഷിച്ചു, അവിടെ ദുഃഖത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്തു. ജീവിതത്തിൽ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം അതാണ്. ലോകത്തിൽ കഷ്ടപ്പെടുന്നവർ, ദുഃഖിക്കുന്നവർ, പ്രയാസമുള്ളവരുണ്ട്. അവരോട് നമ്മൾ സഹാനുഭൂതിയുള്ളവരാകണം. അവരുടെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും നാം മനശല്യമുള്ളവരായി അവരുടെ കഷ്ടതകൾക്ക് പരിഹാരമുണ്ടാക്കാൻ നമ്മെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണം. രണ്ടാമത്, കഷ്ടത സഹിക്കുന്നതിലുള്ളതായിരിക്കുന്ന സന്തോഷം. അതാണ് ആത്മീയമായ ശക്തി. എന്തുകൊണ്ടാണ്? തൻ്റെയും മറ്റുള്ളവരുടെയും വിശ്വാസ സ്ഥിരതയ്ക്കാണെന്ന് യാക്കോബ് ശ്ലീഹ പറയുന്ന പോലെ അദ്ദേഹം വിശ്വസിച്ചു. നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് കണ്ട് അതായത് സന്തോഷമെന്നുണ്ടെന്നാണ് യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ വിശ്വാസസ്ഥിരത തനിക്ക് മാത്രമല്ല, ഓരോ പീഡയും സഹിച്ചതിൻ്റെ ഫലമായിട്ട് കൂടുതൽ ആളുകൾ വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ടു എന്നുള്ളതാണ്. അത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടേതല്ലാത്തതായ കാരണത്താൽ ലോകത്തിൽ നമ്മൾ കഷ്ടതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ സന്തോഷത്തോടെ മുഖപ്രസന്നതയോടുകൂടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ധൈര്യത്തോടുകൂടെ നാം കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് നാം കഷ്ടത്തിൽ സന്തോഷിക്കുന്നുവെന്ന് റോമാലേഖനം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്ന പോലെ നമുക്ക് പ്രത്യാശ ഉളവാക്കുന്നതാണ്. ആപത്തും അപകടവും രോഗവും ഒന്നും വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതൊക്കെ വരുന്നതായ സമയത്ത് അതിനെ ക്രിസ്തീയ വിശ്വാസത്തോടെ നേരിടുവാനും അതിന് പരിഹാരമുണ്ടാകുവാനും, അങ്ങനെ അത് നമ്മൾ സന്തോഷത്തോടെ സഹിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല അനേകർക്ക് ക്രിസ്തീയ വിശ്വാസത്തിലുള്ളതായ സ്ഥിരത ഉണ്ടാകുന്നു എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യം. മൂന്നാമത് മറ്റൊരു കാര്യം, എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ കഷ്ടത അനുഭവിച്ചത്?
കഷ്ടത അനുഭവിക്കാൻ കാരണം വിജയകിരീടം അദ്ദേഹത്തിനുണ്ട് എന്നുള്ള ഒരു ഉറപ്പാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, കൊള്ളാകുന്നവനായി തെളിഞ്ഞാൽ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത് ജീവകിരീടം പ്രാപിക്കുമെന്ന് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലഭിക്കുന്നതായ പീഡകളെല്ലാം, കഷ്ടതകൾ ജീവകിരീടം നമുക്ക് നൽകുന്നതാണ്. മരണത്തെ നേരിടുവാനുള്ളതായ ശക്തി, ആ മരണത്തിനപ്പുറമായി ജീവകിരീടം പ്രാപിക്കാനുള്ള പ്രത്യാശ, അതാണ് ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ടത്. അതാണ് അത് ഗിവറീസദാ നൽകുന്ന സന്ദേശം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായും ഇടഞ്ഞു വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയിൽ നിന്ന് ആ ദിവസം ഞാൻ പ്രാപിക്കും. എനിക്ക് മാത്രമല്ല, അവനിൽ പ്രിയം വെച്ചുള്ള, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചുള്ള ഏവർക്കും കൂടി. അപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ കഷ്ടതകളുണ്ടാവാം, മരണമുണ്ടാവാം. നമ്മളാരും ലോകത്തിൽ സ്ഥിരമായി ജീവിക്കുന്നവരല്ല. ഒരു കാലഘട്ടത്തിൽ ദൈവം തമ്പുരാൻ നമ്മെ ഈ ലോകത്തിൽ നിന്ന് വിളിക്കുമ്പോൾ നമുക്ക് ജീവകിരീടത്തിൻ്റെ പ്രാപിക്കുവാനാണ് നമ്മൾ പോകുന്നത്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനെ അവസാന നാളിൽ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യാശ നമുക്കുണ്ട്. ഓരോ ശ്ലീഹായെ പോലെ കിരീടം പ്രാപിക്കുവാനുള്ളതായ വിളി നമുക്കുണ്ട്. ആ വിളി പ്രാപിക്കുവാനായിട്ട് ഗിവറീസദായുടെ ഈ പെരുന്നാൾ നമുക്ക് പ്രയോജനകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ചുരുക്കും.